Hi friends, എല്ലാവർക്കും കിക്നോ മലയാള ടെക് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത് ഷവോമി ഇന്ന് 2 മെഗാ ഫോണുകൾ മെഗാ ലോഞ്ച് തന്നെ നടത്തിയിരിക്കുകയാണ്. ആ ഷവോമിയുടെ 5 ഡിവൈസുകളാണ് ഷവോമി ഇന്ന് ലോഞ്ച് ചെയ്തത്. അതിൽ നമ്മളെല്ലാവരും കാത്തിരുന്ന 2 ഫോണുകൾ കൂടി ഉണ്ടായിരുന്നു. ഷവോമിയുടെ Redmi Note 7 and Redmi Note 7 Pro. അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ സംസാരിക്കാൻ പോകുന്നത്. നമുക്ക് ആദ്യം തന്നെ Redmi Note 7ന്റെ വിശേഷങ്ങൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ഇനാബിൾ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് പോവാം. എതിരാളികൾക്കെല്ലാം വമ്പിച്ച വെല്ലുവിളിയായിട്ടാണ് ഷവോമി ഇന്ന് 2 ഫോണുകൾ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. Redmi Note 7 ഉം Redmi Note 7 Pro. Redmi Note 7ന്റെ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. Redmi Note 7 മികച്ച വിലയിൽ മികച്ച സ്പെക്സുമായിട്ടാണ് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. റെഡ്മി ബൈ ഷവോമി. ഷവോമി ഇന്ന് ലോഞ്ച് ചെയ്ത റെഡ്മി സീരീസിൽ അവർ റെഡ്മി എന്ന സബ് ബ്രാൻഡിന്റെ മികച്ചൊരു ഫോണാണ് Redmi Note 7. അത് അണ്ടർ ക്ലോക്ക് ചെയ്യാത്ത സ്നാപ്ഡ്രാഗൺ 660 എന്ന ഫുൾ ഫ്ലഡ്ജഡ് ചിപ്സെറ്റോട് കൂടിയാണ് പുറത്തിറക്കിയിരിക്കുന്നത്. ബഡ്ജറ്റ് കാറ്റഗറിയിൽ ഷവോമിയുടെ എതിരാളികളായിട്ടിരിക്കുന്ന സ്നാപ്ഡ്രാഗൺ 660 വെച്ച് പുറത്തിറങ്ങിയ 2 ഫോണുകളാണ് Asus ZenFone Max Pro M2ഉം Realme 2 Proയും. 2 ഫോണുകളും സ്നാപ്ഡ്രാഗൺ 660 അണ്ടർ ക്ലോക്ക് ചെയ്തിട്ടാണ് പുറത്തിറക്കിയതെങ്കിൽ സ്നാപ്ഡ്രാഗൺ 60 ഫുൾ ഫ്ലഡ്ജഡ് ചിപ്സെറ്റുമായിട്ടാണ് ഷവോമി വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഷവോമി Redmi Note 7 Asus ZenFone Max Pro M2യേക്കാളും Realme 2 Proയേക്കാളും 10% പെർഫോമൻസ് ആണ് നമുക്ക് കൂടുതലായി നൽകുക. ഷവോമിയുടെ Redmi Note 7 ചൈനീസ് വേരിയന്റും ഇന്ത്യൻ വേരിയന്റും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ക്യാമറയുടെ കാര്യത്തിലാണ് ആ വ്യത്യാസം. ഷവോമി Redmi Note 7 ചൈനീസ് വേരിയന്റിൽ ISOCELL GM1 48 മെഗാപിക്സൽ 0.8 മൈക്രോൺ പിക്സൽ പ്രൈമറി സെൻസറും 5 MB ഡെപ്ത് സെൻസറുമാണ് പിന്നിൽ നൽകിയിരിക്കുന്നതെങ്കിൽ ഇന്ത്യൻ വേരിയന്റിന് ഷവോമി നൽകിയിരിക്കുന്നത് 12 മെഗാപിക്സൽ 1.25 മൈക്രോൺ പിക്സൽ സെൻസറാണ്. ഏതാണ് സെൻസർ ഉപയോഗിച്ചിട്ടുള്ളതെന്ന് ഷവോമി റിവീൽ ചെയ്തിട്ടില്ല. കൂടാതെ 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറും പിന്നിൽ ഷവോമി നൽകിയിട്ടുണ്ട്. 13 മെഗാപിക്സൽ ക്യാമറയാണ് ഷവോമി മുന്നിൽ നൽകിയിരിക്കുന്നത്. ചൈനീസ് വേരിയന്റിനും 13 മെഗാപിക്സൽ f2.0 അപ്പറേച്ചർ ക്യാമറയാണ് മുന്നിൽ നൽകിയിരിക്കുന്നത്. ഷവോമി Redmi Note 7ന്റെ മറ്റൊരു പ്രത്യേകതയാണ് ക്യാമറയിലെ മറ്റൊരു പ്രത്യേകതയാണ് നമുക്ക് ഫുൾ HD 60 FPS നമുക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാം. 4K ഇതിൽ അവൈലബിൾ അല്ല, ഷവോമി പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അതുകൂടാതെ നമുക്ക് 120 FPS ഫുൾ HD സ്ലോ മോഷൻ വീഡിയോ നമുക്ക് റെക്കോർഡ് ചെയ്യാം. വിത്ത് EIS ആണ്, ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ഷവോമി നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഷവോമി Redmi Note 7 കോണിംഗ് ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷനോടെയാണ് വരുന്നത്. ഫ്രണ്ടിലും ബാക്കിലും കോണിംഗ് ഗോറില്ല ഗ്ലാസ് പ്രൊട്ടക്ഷൻ ആണ് ഷവോമി നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മികച്ച ഡ്യൂറബിലിറ്റിയാണ് നമുക്ക് ഫോൺ നൽകുക. ഷവോമി Redmi Note 7 മറ്റൊരു പ്രത്യേകതയാണ് 4000 mAh ബാറ്ററിയാണ് ഷവോമി Redmi Note 7. 4000 mAh ബാറ്ററി ഷവോമി സ്ഥിരമായ Redmi Note 7 സീരീസിൽ ഉപയോഗിക്കുന്ന ഒരു ബാറ്ററിയാണ്. അത് തന്നെയാണ് ഷവോമി Redmi Note 7 നിലനിർത്തിയിരിക്കുന്നത്. 4000 mAh ബാറ്ററിയാണ്. അതിൻ്റെ ഒപ്പം ക്വിക്ക് ചാർജ് 4 സപ്പോർട്ടോട് കൂടിയാണ് നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബാറ്ററി നമുക്ക് ഫാസ്റ്റ് ചാർജ് ആയിട്ട് ലഭിക്കുന്നതാണ്, ഫാസ്റ്റ് ചാർജ് ചെയ്യാവുന്നതാണ്. ഷവോമി Redmi Note 7 ഷവോമി നൽകിയിരിക്കുന്നത് USB Type-C പോർട്ടാണ്. ഷവോമി ഈ ബഡ്ജറ്റ് സെഗ്മെന്റിൽ ആദ്യമായിട്ടാണ് USB Type-C പോർട്ട് ഉപയോഗിക്കുന്നത്. ഈ ബഡ്ജറ്റ് സെഗ്മെന്റിൽ ആദ്യമായി USB Type-C പോർട്ടുമായി വന്നത് സാംസങ് സീരീസിലെ M സീരീസിലെ ഫോണുകളാണ്. ഷവോമി Redmi Note 7 പുറത്തിറങ്ങുന്ന ഔട്ട് ഓഫ് ദ ബോക്സായി ആൻഡ്രോയിഡ് 5 അധിഷ്ഠിതമായ MUI 10 എന്ന ലേറ്റസ്റ്റ് വേർഷൻ MUI 10 ഉപയോഗിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ മികച്ച പെർഫോമൻസ് ആണ് നമുക്ക് ഷവോമി വാഗ്ദാനം ചെയ്യുന്നത്. ഷവോമി ക്ലെയിം ചെയ്യുന്നതും മികച്ച പെർഫോമൻസ് ആണ്. 6.3 ഇഞ്ച് ഫുൾ HD പ്ലസ് വാട്ടർ ഡ്രോപ്പ് യു ഷേപ്ഡ് നോച്ചോട് കൂടിയാണ് ഷവോമി Redmi Note 7 പുറത്തിറക്കിയിരിക്കുന്നത്. ഓറ ഡിസൈൻ എന്നാണ് ഷവോമി ഈ ഡിസൈൻ ശൈലിയെ വിളിക്കുന്നത്. ഗ്രേഡിയൻ്റ് ബാക്കാണ് ഷവോമി Redmi Note 7 നൽകിയിരിക്കുന്നത്. 3 കളർ വേരിയൻറ്റിലാണ് Redmi Note 7 പുറത്തിറങ്ങുന്നത്. ഒനിക്സ് ബ്ലാക്ക്, റൂബി റെഡ്, സഫയർ ബ്ലൂ എന്നീ 3 കളർ വേരിയൻറ്റിലാണ് ഷവോമി Redmi Note 7 പുറത്തിറക്കിയിരിക്കുന്നത്. 2 വേരിയൻ്റാണ് Redmi Note 7 ഉള്ളത്. 3GB 32GB 4GB 64GB അങ്ങനെ 2 വേരിയൻ്റാണ് ഉള്ളത്. 3GB 32GBക്ക് 9999 ആണ് വില ഷവോമി നൽകിയിരിക്കുന്നത്. 4GB 64GB വേരിയൻറ്റിന് 11999 ആണ് ഷവോമി നൽകിയിരിക്കുന്നത്. മാർച്ച് 6 മുതൽ ഫ്ലിപ്കാർട്ടിലും ഷവോമിയുടെ MI സ്റ്റോറിലും mi.com-ലും കൂടി നമുക്ക് Redmi Note 7 വാങ്ങാവുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ ഷവോമി ഞെട്ടിച്ചിരിക്കുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
വെറും 9,999 രൂപയ്ക്ക് നമുക്ക് സ്നാപ്ഡ്രാഗൺ 660 ഫുൾ പെർഫോമൻസ് ലഭ്യമാക്കുന്ന അണ്ടർ ക്ലോക്ക് ചെയ്യാത്ത പ്രോസറോടുകൂടി ഒരു മികച്ച ഫോൺ, അത് മികച്ച ക്യാമറയൊക്കെ ആയിട്ട് ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് പൈ അധിഷ്ഠിതമായ ഫോൺ ലഭിക്കുക എന്ന് പറയുന്നത് തികച്ചും ഒരു മികച്ചൊരു കാര്യം തന്നെയാണ്. ഷാമിയുടെ റെഡ്മി നോട്ട് 7 മികച്ചൊരു എതിരാളിയായിരിക്കും മറ്റ് കമ്പനികൾക്ക്. കാരണം എന്ന് വെച്ചാൽ മികച്ച വിലയിൽ മികച്ച സ്പെക്സുമായിട്ടാണ് ഫോൺ എത്തിയിരിക്കുന്നത്. സാംസങ്ങിൻ്റെ എം സീരീസിനും റിയൽമി ഫോൺസിനും അസൂസിനുമൊക്കെ ഹോണറിനുമൊക്കെ മികച്ചൊരു എതിരാളിയാണ് റെഡ്മി നോട്ട് 7 എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഷാമി തങ്ങളുടെ ആധിപത്യം ഊട്ടിയുറപ്പിക്കാനായിട്ട് മികച്ചൊരു പെർഫോമൻസ് നൽകുന്ന ഒരു ഫോൺ തന്നെയാണ് മികച്ച ബഡ്ജറ്റ് കാറ്റഗറിയിൽ ഷാമി പുറത്തിറക്കിയിരിക്കുന്നത്. മറ്റൊരു ഫോണിൻ്റെ വിശേഷവുമായി വീണ്ടും കാണാമെന്ന പ്രതീക്ഷയോടെ ഗുഡ് ബൈ.